ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും നോമ്പൊക്കെ നോറ്റ് ക്ഷീണത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ 9-ത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്, തുടക്കം കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പെങ്ങളും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ മക്കൾക്കൊന്നും നോമ്പില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി രാവിലെ ഫുഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ളതും കൂടി ആവുമല്ലോ വെച്ചിട്ട് അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ച കാരണം കൊണ്ട് തന്നെ അതൊന്നും അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ ഭാഗം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ സബോളയൊക്കെ ഒന്ന് വാട്ടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ടു, മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനിൽ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് വെറുതെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതേ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയൊരു വിശേഷങ്ങൾ മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ ഇതേ ചിക്കനും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയും ചിക്കനും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ്, ചെറിയൊരു കപ്പാണ് കേട്ടോ. ആ ഒരു കപ്പിൽ ഒരു കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സബോള വാട്ടുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ മസാല പുരട്ടി വയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഉപ്പൊക്കെ നോക്കാം. അങ്ങനത്തെ ഞാനത് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ അതും കൂടി ആ മാവും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് നാളികേരം ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. ഇന്നിപ്പോൾ വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിക്കാനില്ലാത്ത കാരണം കൊണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വന്ന കാരണം എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അങ്ങനത്തെ നാളികേരമൊക്കെ ഒന്ന് ഞാൻ കുറച്ച് നാളികേരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഇവിടെ മോന് വയ്യ, 2 ദിവസമായിട്ട് മോന് വയ്യാതിരിക്കുന്നു. അപ്പോൾ അവനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉമ്മയും പെങ്ങളും കൂടിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു. പിന്നെ അവരെന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മാമാൻ്റെ വീട്, മടാങ്ങളുടെ വീട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൂടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അവിടുത്തെ ഉണ്ട് കേട്ടോ, വയറുവേദനയും ഛർദിയും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ ചൂടിൻ്റെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ വേറെ ഫുഡ് കഴിച്ചെന്ന് അങ്ങനെ ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഇൻഫെക്ഷനോ ഫുഡ് ഇൻഫെക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അതിന് വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ശരിയായി. പക്ഷേ ഭയങ്കരമായിട്ട് വയറുവേദനയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഇതാക്കുന്നതിൻ്റെ ഇടയിൽ കഞ്ഞി ആയപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് അതിന് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ചൂട് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കഞ്ഞി ഞാനിപ്പോൾ ഇതാക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം ഒന്ന് ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് കഞ്ഞിയൊക്കെ ഒന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ വേഗം എന്നിട്ട് നാളികേരം കൂടി ഒന്ന് ഇത് വെള്ളയപ്പത്തിനുള്ള മാവും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി കുളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങളുടെ മോൻ്റെ സൈക്കിൾ നന്നാക്കാൻ കൊണ്ടുപോകുന്ന അവിടുത്തെ ഒരു ഇക്ക അവിടെ വീട്ടിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 5 കിലോ അരി കേട്ടോ. അപ്പോൾ അവർ ഉമ്മ മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു ചാക്ക് അരി മേടിച്ചിട്ട് ഇങ്ങനെ എന്തോ മരിച്ചതിൻ്റെ 40 ആണോ ഇനി കൊല്ലത്തിലാന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ചാക്ക് അരി മേടിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 5 കിലോ അരി ഞങ്ങൾക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോയാൽ മതി, ഇത്തവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് മേടിക്കാൻ പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വരികയെന്ന്. അവരവിടെ വീട്ടിലുണ്ടാവുമല്ലോ എന്നറിയില്ലല്ലോ. അപ്പോൾ 12 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേഗം റെഡിയാക്കി വെച്ചിട്ട് വേണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ധൃതിയിലാണേ. അപ്പോൾ നാളികേരം അരച്ചതല്ല ചിരവിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് അരിപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ സുഖമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറങ്ങൂല്ല, മിക്സിയുടെ ജാറ് ചൂടാവുക എന്നല്ലാണ്ട് ഒന്നും നടക്കൂല കേട്ടോ. പിന്നെ അതിലേക്ക് ചോറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അത് അങ്ങോട്ട് അരച്ചെടുക്കാം. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ അടച്ച് വെക്കാം കേട്ടോ.
ഇനിയിപ്പോൾ സമയം ഇത്രയും ആയി, ഇനിയിപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും പൊന്തുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടായ കാരണം തന്നെ നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല കേട്ടോ എനിക്ക്. അങ്ങനെ ഇതേ മാവൊക്കെ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കൂടി അതും കൂടി ഒന്ന് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതേ മാവൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സമയം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊരു ഉഷാറുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു പണിയിട്ട് നടക്കില്ല കേട്ടോ. അവരെ പുറകെ ഇങ്ങനെ പോകണ ഓരോ ഒന്ന് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഇത് എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഓരോ ഫോണിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വേഗം കറിയും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കുളിച്ചിട്ട് വേഗം അരി മേടിക്കാൻ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് ചിക്കൻ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊക്കെ അങ്ങോട്ട് ചാറൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇനിയിപ്പോൾ അവർ വന്നിട്ട് നോക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ കറിയൊക്കെ ആയി. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇങ്ങനെ പാൽ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു ആഗ്രഹം അങ്ങനെ പാൽ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കാനൊന്നും അവരില്ല കേട്ടോ. ഉമ്മയും പെങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവർ ഒരു ദിവസം നിന്നിട്ടുള്ളൂ കേട്ടോ. ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവർ പോയി. പിന്നെ നൂലപ്പല്ല കേട്ടോ, വെള്ളയപ്പം വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെ കറിയൊക്കെ കാച്ചെടുക്കാറുണ്ട് കേട്ടോ. നമുക്കിത് കൂട്ടാനൊക്കെ കാച്ചിടുന്ന സമയത്ത് നമുക്ക് പിടിക്കാനൊക്കെ നല്ല സുഖമാണല്ലോ വെച്ചിട്ട് ഇതിലിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ ഇതിൽ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ആ പരിപാടി നിർത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇനി വെള്ളയപ്പം ഉണ്ടാക്കൽ നടക്കില്ല. മിക്കവാറും ദിവസം ഇവിടെ വെള്ളയപ്പം ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ചെറിയൊരു വേറെ ഒരെണ്ണം മേടിക്കണം ഇങ്ങനെ പിടുത്തുള്ളത്. അപ്പോൾ നമുക്ക് കറിയൊക്കെ കാച്ചെടുക്കുമ്പോൾ സുഖമാണല്ലോ വെച്ചിട്ടാട്ടോ. അങ്ങനെ ഇതേ വെള്ളയപ്പൊക്കെ ഇത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് എടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ല എടുക്കാനായിട്ട്. അങ്ങനെ ഇതേ വെള്ളയപ്പൊക്കെ ഇത് നല്ല സോഫ്റ്റ് വെള്ളയപ്പം കിട്ടി. മാവ് ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയതാണ് കേട്ടോ. മിക്സ് ചെയ്തതിൻ്റെ ഇടയിൽ മാവ് പൊന്തി വന്ന് നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ബാക്കിയുള്ള വെള്ളയപ്പം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അവർ വന്നപ്പോൾ അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മയും പെങ്ങളും. അപ്പോൾ അവർ വന്നപ്പോൾ ഇതേ സമൂസയും പരിപ്പുവടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പുവടയും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ സമൂസ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതേ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ആയാലും ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവരൊന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ മോനും വയ്യാത്ത കാരണം അവൻ തീരെയും കഴിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ പഴയ കാലൊരു ഓർമ്മയിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാനൊക്കെ കുഞ്ഞേതായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി തരുന്നൊരു എന്താ പറയുക, ഇതിനെന്താ പറയുക, അവിലും വെള്ളം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു കൂളിംഗ് ഒക്കത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മൾ വിശപ്പിനും എല്ലാത്തിനും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവിലെടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതേപോലെ നേന്ത്രപ്പഴം അല്ല കേട്ടോ, റോബസ്റ്റ് പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ചെറുപഴമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുപഴം എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇവിടെ റോബസ്റ്റ് ആയിരിക്കുന്നുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് ഈ അവിലിട്ടിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അവിലും ഒന്നും കൂടി കുതിർന്ന് നിൽക്കണതല്ല. അപ്പോൾ ഇതും വെച്ചിട്ടൊന്ന് ഉടയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി ഉടഞ്ഞ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയും കുറച്ച് നാളികേരം കേട്ടോ. അപ്പോൾ നാളികേരം എനിക്ക് കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ വേണ്ടത് മെയിനായിട്ട് എന്നുള്ള നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ സബോള ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി എന്തായാലും മേടിച്ച് വയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഉമ്മച്ചി ഉണ്ടാക്കി തന്ന ഒരു ഓർമ്മയുണ്ട് കേട്ടോ. എന്താ പറയുക, നോമ്പിൻ്റെ സമയമാകുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ. പ്രത്യേകിച്ചും ഉമ്മച്ചിയുടെ ഓരോ കാര്യങ്ങൾ അല്ലാത്ത ദിവസം ഓർക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെന്നും ഓർക്കുന്നതും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതും ഉമ്മമാർ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഉമ്മച്ചി മരിച്ചതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുക. അപ്പോൾ ചെറിയുള്ളി മിക്സ് ചെയ്യരുത് കേട്ടോ. ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കുക. അത് കുറച്ചും കൂടെ അരിഞ്ഞിട്ട് ഒരു 5-6 എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒന്നും ഫ്രിഡ്ജും ഇല്ല, ഒന്നുമില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൺകലത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ട് അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു തണുപ്പാണല്ലോ.
പ്രത്യേകിച്ചും ഞങ്ങളുടെ അവിടെ കുടകിലൊക്കെ നല്ല തണുപ്പ് സമയമായിരിക്കും കേട്ടോ. ആ നോമ്പിൻ്റെ സമയമൊക്കെ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും നോമ്പൊക്കെ വരുന്നിട്ട് അധികം. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തണുപ്പുള്ള സമയമാണല്ലോ. അപ്പോൾ പിന്നെ ആ വെള്ളം ചേർത്ത് കൊടുക്കും. പിന്നെ ഞാൻ ഇത് കുറച്ച് എന്താ പറയുക നാരങ്ങയും കൂടി കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളും വിശേഷങ്ങളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.